പൂജയ്ക്ക് വെക്കുമ്പോൾ വയ്ക്കുന്ന സംഭവമാണ്. ഇതില്ലെങ്കിൽ പരിപാടി നടക്കില്ല. അതാണ് നമ്മുടെ അമ്പലം. ഇതാണ് അമ്പലത്തിന്റെ ഫുള്ള് അടിപൊളി, ഫുള്ള് നല്ല ക്രൗഡുണ്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാ കാറ്റഗറിപ്പെട്ടവർക്കും കാണാൻ പറ്റുന്ന പോലത്തെ ഒരു വീഡിയോ ഉണ്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് നമ്മുടെ പലശ്ശേന വീട് കൊല്ലംകോടിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവിടെ ചിങ്ങഞ്ചേര പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും നേർന്നുണ്ടെങ്കിൽ അവർക്ക് പൂജയ്ക്ക് അത് നടന്നു കഴിഞ്ഞു വെച്ചാൽ എന്താ നേർന്ന് പറഞ്ഞു വെച്ചാൽ അത് കൊടുക്കണം എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് മണ്ണാർക്കാട് നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് അവിടുത്തെ വീഡിയോസൊക്കെ എല്ലാം ക്യാപ്ചർ ചെയ്യുക, അവിടുത്തെ മൂമെൻ്റ് എല്ലാം ക്യാപ്ചർ ചെയ്യാനാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഹോപ്പ് യു എൻജോയ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കാറ്റഗറിയുള്ള ആൾക്കാർ, വലിയ വീഡിയോ വന്നു വെച്ചാൽ വണ്ടി മോട്ടോപരമായിട്ടുള്ള ആൾക്കാർ മാത്രം കാണുന്നുള്ളൂ, വണ്ടിൻ്റെ വയസ്സായിട്ടുള്ളത്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് കണ്ടൻറ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫസ്റ്റത്തെ ഒരു കണ്ടൻറ്റായിട്ട് ഇത് കണ്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടാവും അവിടെ, നിറയെ ആൾക്കാരുണ്ടാവും. പിന്നെ കൊണ്ട് വ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് പട്ടി മടിയാണ് ഗൈസ്, മടിയെ പറഞ്ഞ ഷൈയാണ് ഗൈസ്. ഈ തുരിക്കട്ടി പറഞ്ഞ സാധനം അതെനിക്ക് കുറച്ച് കമ്മിയാണ്, അതുകൊണ്ട് ഞാൻ നോക്കാം, സെറ്റാക്കാൻ നോക്കാം ഗൈസ്. നമ്മൾ തുരപ്പൻ പൊക്കിയുണ്ട് കേട്ടോ, തുരപ്പൻ ബാക്കിലുണ്ട് ഗൈസ്. ഫുള്ള് തിരക്കാണ് ഗൈസ്, ഫുള്ള് തിരക്ക്. കിട്ടി ഗൈസ്. ഹലോ ഗൈസ്. അയ്യോ കിട്ടി ഗൈസ്. ഇതാ നമ്മുടെ ഗണേശ് അവരിതാ കോഴിയൊക്കെ വലിച്ചോണ്ടിരിക്കണ ഗൈസ്. വേണ്ടേ സവാള ഗിരി. നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഈ നിമിഷത്തിൽ? ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി നിന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ ഫുള്ള് ക്രൗഡാണ്. ഇനി അടുത്ത് നമ്മൾ കരിക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ടൈം എടുക്കും. എന്താ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കോഴി ചുട്ടിട്ട് വേണം എനിക്ക് തിന്നാൻ. ചുടാനുള്ള നമ്മൾ ഫണ്ടമെന്റൽ ഫങ്ഷൻസ് നോക്കണം. ആൾക്കാർ കാണാൻ അയ്യോ എന്താ പറയണ, നല്ല കളക്ഷൻ ഉണ്ട് ഗായ്സ് പറയും. അത് പറയണ്ട, നീ ഇങ്ങോട്ട് വാ ഗൈസ്. ഇവിടെ നന്ദു ഇവിടെ ചിക്കൻ വെട്ടിക്കൊണ്ടിരിക്കണ ഗൈസ്. പോരാളിയാണ് ഗൈസ്, പോരാളി. ബാക്ക് ഗേൾസ് പറയടാ, അതിന് മൈക്കോട് കാണിച്ചു കൊടുക്കടി. പറഞ്ഞോ പറ. പ്രത്യേകിച്ച് പറയാൻ ഗണേശ ഒന്നുമില്ല. അയ്യോ നഗ്നത പ്രദർശിപ്പിക്കില്ലടാ. എല്ലാരും പരിചയപ്പെടുത്തി കൊടുത്തോ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ബേബി. കൊച്ചിന്റെ പേര് Hello guys, my name is Ganesh. This is my ചെറിയമ്മ കാണിച്ചെടുത്തോ. ഓ മൈ ഗോഡ്, എന്താണ് ഇത്? നമ്മുടെ ഇവിടെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. കുക്ക് മീൻസ് അംബോസ് ഇൻ മൈ സ്റ്റേജ്. അംബോസ് സംസാരിക്കൂ. വ്ളോഗറാണ്. ഒറ്റ കോഴിയും കൊണ്ട് വന്നിട്ട് അതും അത്രയുള്ള ശോഷിച്ച കോഴിയും കൊണ്ട് വന്നിരിക്കാൻ ചേർക്കാൻ. ഒരു കോഴി 9 പേരുമുണ്ട് ഗൈസ്. ഇവിടെ വരുന്നൊരു മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നോക്കി കണ്ട് വരിക. കാരണം ചെറിയ വഴിയാണ്, പിള്ളേരൊക്കെ അത്യാവശ്യം നല്ലോണം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് റോഡിൽ കൂടെയൊക്കെ വരിക. അപ്പോൾ മാക്സിമം സൂക്ഷിച്ച് വന്നാൽ നമുക്ക് കൊള്ളാം. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവൻ ചാമ്പ്യൻ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് വരാൻ നോക്കുക എല്ലാവരും. കുറച്ച് സീനൊന്നുമില്ല. പിള്ളേരൊക്കെ പിള്ളേരെന്നല്ല അവിടെ വരുന്നവരാണെങ്കിലും എല്ലാവരും ഡ്രിങ്ക്സ് അടിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡുള്ള ആൾക്കാരാണ് പൊതുവെ വരാറ്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വരാൻ നോക്കുക ഗൈസ്. അമ്പലത്തിൽ പൂജ കഴിക്കാനായിട്ട് ടുഡി വേണം ഗൈസ്. അമ്പലത്തിലെ ഒരു ദൈവത്തിന്റെ ഒരു ചെറിയൊരു ആചാരമാണ്. ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ ടുഡി വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ജസ്റ്റ് വാങ്ങിട്ട്
ഇല്ലീഗലാണ് നമ്മൾ പറയണമെന്ന് അറിയാം, പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ആചാരം അങ്ങനെയാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടുഡി വാങ്ങാൻ പോകുന്നത്. നെല്ലേനി മാതൃക കള്ളിഷാപ്പ് ഗൈസ്. നമ്മുടെ അമ്പലം ഇതാണ്. അമ്പലത്തിന്റെ ഫുള്ള് അടിപൊളി, ഫുള്ള് നല്ല ക്രൗഡ് ഉണ്ടാവും ഗൈസ്. ഉണ്ടോ അടിപൊളി വ്യൂ ആണ്. ഇവിടെയൊക്കെ നമുക്ക് ഊനാലൊക്കെ ആടി കളിക്കാം. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര പീക്ക് തിരക്കാണ് ഗൈസ്. നമ്മുടെ അനിൽ എന്താ മതിയുടെ മായി നോക്കിയത്. മൈക്ക് വെച്ചേട്ടാ ഓണാക്കിട്ടാ ബട്ടണില് ബട്ടൺ ഓക്കെ ഓണാക്കി. ഇങ്ങനെ ഇങ്ങനെ എന്താ ഈ തുറന്നിരിക്കുന്നത്? പെമ്പിളേർ കാണാനാണ് ഈ പെമ്പിളേർ ഇത് കാണാൻ വേണ്ടിട്ടാ പറഞ്ഞോ പറഞ്ഞോ നീ പറയാ അവിടാ അടിമയാണ് കുടുവിന്റെ. ഇതാണ് നാടൻ കോഴി, പിന്നെ ചോറ് ഇതോടെ മിക്സ് ചെയ്തിട്ടാണ് പൂജയിൽ വെക്കുന്നത്. ഇതാണ് ടുടി. അവിടെ കൊണ്ട് ഗ്ലാസ് എന്തൊക്കെയാ കുഴപ്പമില്ല. ഗണേഷ് ഇതാ ടുടി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഏകം ഒന്നും വേസ്റ്റ് ചെയ്യണത് പലപളി ഗൈസ്. അവിടെ നിന്നും പറയല്ലേട്ടാ, അവിടെ നിന്നും പറയല്ലേ പറയാ. അല്ല അവന്റെ മൈക്കിലൊന്നും പറയണത് പറയാ. പറഞ്ഞോ. ഇത് ഈ ഭൈരവനെ ഈ നമ്മുടെ ഈ പൂജയ്ക്ക് വെക്കുമ്പോ വെക്കുന്ന സംഭവമാണ്. ഇതില്ലെങ്കിൽ പരിപാടി നടക്കില്ല, അതാണ് സംഭവം. പിന്നെ മൂപ്പര് ഇതിന്റെ ഫേവറേറ്റ് ആണ്. അതെ, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. താങ്ക് യു. പൂജയ്ക്കുള്ള ആൾക്കാരാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുണ്ട് പൂജയ്ക്ക്. ഏറ്റവും കൂടുതൽ പവറുള്ള ഒരാളാണ് അവിടെ കാണുന്നുണ്ട. ഗ്ലാസ് പിടിച്ചിട്ടുണ്ട. ആളത്ര ഉഷാർ ആർക്കും ഇല്ല ഇവിടെ. നല്ല പവറുള്ള ആളാണ്. എടുത്തോളി, ദൈവത്തിന്റെ പകുതിയാണ്. നമ്മുടെ പൂജ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. ദൈവത്തിനെ കാണിക്കുന്നില്ല, ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഗണേശേ ഗണേശേ ഇപ്പൊ നമ്മുടെ പൂജ വരുന്നുണ്ട് ഗൈസ്. ബ്ലറായി ക്ലിയർ ഉണ്ടാ? ഓക്കെ ക്ലിയർ ഉണ്ടോടാ? നോക്ക് ക്ലിയർ ഉണ്ടോ? കള്ളനാടുണ്ട്. ഓ ഫേമസ് ആവട്ടെ അങ്ങനെ. എന്താ പച്ചരി അത് കൊടുത്തല്ലേ നേരത്തെ കഴിച്ചാ? കൊരങ്ങൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, കൊരങ്ങനാ? കൊരങ്ങൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അതുകൊണ്ടാ കൈ പഠിക്കുന്ന സ്ഥലം ഇല്ല ഇല്ല. കൊരങ്ങൻ വരുന്നുണ്ട്, കൊരങ്ങൻ വരുന്നുണ്ട്. ചിമ്പാൻസി അമ്മേ ലോഡ് തന്നെ ലോഡ് വരുന്നതാ. ഇത് ചെറിയ ചിമ്പാൻസി ഗൈസ്. ഞാനും എനിക്ക് വയ്യ. പോ ഗൈസ്. അതാ ചെക്കൻ പറക്കാൻ പോവാ. അങ്ങനെ ഞാനൊന്ന് പോട്ടെ, ഞാനൊന്ന് പോട്ടറാ. എന്നാ വീട് എടുക്കുക. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. ഇതാണ് നമ്മൾ വെച്ച ചിക്കൻ കറി ഗൈസ്. ഇവിടെ ചോറൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അജിത്തുണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും ഉണ്ട് ഗൈസ്. ചോറൊക്കെ വിളമ്പിക്കാനുണ്ട്, നമ്മൾ കഴിക്കാൻ പോവാണ്.
ആ കയ്യൊന്നും കൈയിട്ടൊന്നുമില്ല. കഴിക്ക് പക്ഷേ ഏണ്ട് നല്ല ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്. അലക്കാണ്ടില്ല ഗൈസ്. എന്തോ അലക്ക് സൂപ്പർ. അപ്പം ഞങ്ങളെല്ലാം കഴിച്ചിട്ട് കാണാം ഗൈസ്. എല്ലാം കഴിക്കാം. പപ്പടമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പപ്പടം കളിയെന്ന് വാങ്ങിച്ചെന്നൊക്കെ പറയണത്. വീടിന് ഒന്നും കൂടെ വന്നിരിക്കണം. ഒരു കോഴിയും പിടിച്ച് വന്നിരിക്കുകയാണ് ചെക്കൻ. ഫുഡ് കഴിക്കണം ഗൈസ്. ഫുഡ് കഴിച്ചോടെ അടിപൊളി. നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല ഉണ്ടാക്കുമ്പോൾ. കുടിയല്ലേ ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ അടിപൊളിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഉപ്പെല്ലാം കറക്റ്റാണ്. എരിവെല്ലാം കറക്റ്റാണ്. നമ്മളൊക്കെ ഉണ്ടാക്കിയ പറഞ്ഞ വെച്ചാൽ ചിക്കൻ കറി വന്നിട്ട് പല സാമ്പാറായി ഉണ്ടാവും. ഇതാടാ ഓക്കെ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. അങ്ങനെ വരാം. അപ്പോൾ കഴിച്ചോണ്ടോ ഗൈസ്? നല്ലൊരു മഴ വരുന്നുണ്ട് ഗൈസ്. നല്ല മഴ ഗൈസ്. നല്ല കാറ്റ്. ഇല്ല ഗൈസ്. ഗോബൂസ് വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഗോബൂസ് അജിത്തിന്റെ സ്വന്തം ഗോബൂസ്. നല്ലൊരു മഴ വരാനുള്ള പോകുന്നത് കേട്ടോ. പക്ഷെ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ മൊത്തം. സെക്കൻഡ് പിന്നെയും വെള്ളം തുടങ്ങി ഗൈസ്. നമ്മള് മാങ്കോ പറയുന്നത് ഗൈസ്. കുഴപ്പമില്ല. അല്ലല്ല ഞാൻ വ്ലോഗാണ്. പണിക്കേക്കും വണ്ടി വല്ല തരുന്നു ഗൈസ്. നമ്മൾ മാംഗോ ബാർ കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ചോക്കോ ബാർ എനിക്ക് പക്ഷേ വേണ്ട. ഫുള്ളി മാംഗോ ബാർ വാങ്ങിയാൽ പക്ഷെ വലിയ ടേസ്റ്റും ഇല്ല. എന്താ വെറുതെ പറയാൻ കുൾഫി മാംഗോ ബാർ. ദിസ് ഈസ് ചോക്കോ ബാർ. ഹേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ രീതിക്കൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം വെച്ചാൽ ഞാൻ പുറത്തു പോയിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഫാമിലി പരമായിട്ടും അതേപോലെ തന്നെ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പോലത്തെ കുറേ വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറേ സ്ഥലങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാനുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അറിയാത്ത കുറച്ച് സ്ഥലങ്ങളും ഹിഡൻ സ്പോട്ടുകളൊക്കെ നമുക്ക് കുറച്ച് അറിയാം. അപ്പോൾ അതും കൂടെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പേര് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് കാറ്റഗറി മാത്രമേ കാണുന്നുള്ളൂ. കാരണം വെച്ചാൽ മെൻസ് കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ RXൻ്റെ ഒക്കെ ഒരടങ്ങാണ്. പിന്നെ ഇപ്പോൾ ഷോർട്സ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വലിയ വീഡിയോ അതേപോലെ എല്ലാവർക്കും കാണുന്ന പോലെ ആർക്കും വെറുപ്പീരില്ലാത്ത പോലെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളി ചെയ്യാൻ നോക്കാം. ബെറ്ററായിട്ട് പുതിയ സ്ഥലങ്ങൾ കാണിച്ചു തരാം, പുതിയ കാര്യങ്ങൾ കാണിച്ചു തരാം, പുതിയ ആൾക്കാരെ കാണിച്ചു തരാം മെയിനായിട്ട്. അപ്പോൾ ചിങ്ങഞ്ചേരിക്കൊക്കെ വരാനുള്ള പ്ലാനുള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് അയച്ചു കൊടുത്തോ. അവിടുത്തെ ഒരു കണ്ടീഷനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെറുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പുതുമയുള്ള കണ്ടന്റുമായി പുതിയ വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ബൈ.